കീർത്തി. അങ്ങനെ ചേർത്ത് പറയൂ. കമോൺ കമോൺ. തനിക്ക് പറയാൻ പറ്റും. മായ വിളിച്ച നമ്പർ കിട്ടാത്തതുകൊണ്ട് ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷെ അത് ഇതുവരെ ഡെലിവർ ആയിട്ടില്ല. ആ നമ്പർ ഓഫ്ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ മൊബൈൽ നമ്പർ വെച്ച് അഡ്രസ് എടുത്ത് വീട്ടുകാരെ അറിയിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അവരെ കണ്ടാൽ ഒരുപക്ഷെ മായയുടെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. മായ സ്വന്തം അഡ്രസ് ടൈപ്പ് ചെയ്യാൻ തോന്നുന്നു. കോട്ടയത്ത് രാമപുരത്താണോ വീട്? സിസ്റ്റർ, ഈ അഡ്രസ്സ് ഉടനെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ അറിയിക്കൂ. ഓക്കെ. ഇതൊന്ന് കൊടുത്തേക്കണേ. ഓക്കെ. സിസ്റ്ററെ, കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ആക്സിഡന്റ് ആയ ഒരു പെൺകുട്ടി അഡ്മിറ്റ് ആയതായിട്ട് അറിഞ്ഞു. ഞങ്ങൾക്ക് പരിചയമുള്ള ശില്പ എന്നൊരു പെൺകുട്ടിയെ കാണാനില്ല. ആ കുട്ടിയാണ് ഇവിടെ ഉള്ളതെന്ന് അറിയാനും കൂടിയാ. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടിയുടെ പേര് മായ എന്നാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുട്ടി അതല്ല. ഓക്കെ മാഡം, താങ്ക്സ്. ഈ അടുത്ത കാലത്ത് ആക്സിഡന്റ് ആയ എല്ലാ പെൺകുട്ടികളെയും കണ്ട് ശില്പയല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നാ സാറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ളത് മായയല്ലേ? ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് നോക്കിട്ട് പോ. നോക്കാം. ശ്രമിക്ക. ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. മായയെ കൊണ്ട് പറ്റും. ഒന്നുകൂടെ ഒന്ന് ശ്രമിക്ക. ഇത് അവള് തന്നെയാ? അതെയോ? വാ. സർ, ശില്പയെ കണ്ടെത്തി. ഓക്കെ സർ, ഇന്ന് രാത്രി അവൾ തീർന്നിരിക്കും. പറഞ്ഞോളൂ. ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മായ എന്ന കുട്ടിയുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അതെയോ? കോട്ടയത്തിനടുത്ത് രാമപുരം എന്ന സ്ഥലത്താ വീട്. ഏതോ ഒരു വാര്യത്തെ കുട്ടിയാ. അഡ്രസ്സ് എനിക്കൊന്ന് അയച്ചേക്ക്. ഞാൻ SP ആയിട്ട് ആലോചിച്ചിട്ട് മായയുടെ ബന്ധുക്കളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ശരി, അധികം ലേറ്റാവണ്ട. വേണ്ടപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. ശരി ശരി, ഓക്കെ. ആ കുട്ടിയുടെ അഡ്രസ്സ് മിസ്റ്റർ സ്വാമിനാഥൻ അയച്ചു കൊടുക്കും. ഓക്കെ ഡോക്ടർ. SP ഹോസ്പിറ്റലിൽ നിന്ന്
SP എന്താ കരയായിരുന്നു? വെയില് തന്നെ വിളവ് തിന്നുന്ന കാഴ്ച കണ്ടിട്ട് കരയാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആര്യൻ ഇന്ന് സ്വന്തം സ്ഥാപനത്തിൽ നല്ലൂടെ കൊള്ളയടിച്ചത്. പക്ഷേ സ്റ്റാഫിന്റെ മുമ്പിൽ നിന്ന് പോലും അവനെ രക്ഷിക്കാനല്ലേ SP ശ്രമിച്ചത്. ഇതൊക്കെ അപ്പൊ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാ. കുറച്ചു ദിവസം ലോക്കപ്പിലും ജയിലിലും ഒക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ ആര്യം മര്യാദ പഠിക്കുമായിരുന്നു. ഈ പ്രായത്തില് അവനെ തല്ലി ശരിയാക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ പോലീസുകാർക്ക് അത് പറ്റും. തനിക്ക് കുടുംബവും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എന്റെ സെന്റിമെന്റ്സ് തനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഭാര്യയായാലും മക്കളായാലും ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അത് തന്നെ തിരിച്ചു കൊടുത്താൽ മതി. SP എന്നാണോ ആ രീതിയിലേക്ക് മാറുന്നത്, അന്ന് SP-യുടെ 2 മക്കളും നന്നാവും. പിന്നെ ഞാൻ കല്യാണം കഴിക്കാത്തതിന് SP എന്നെ ഒന്ന് കുത്തി. കുടുംബം ഉണ്ടായിപ്പോയതിന്റെ പേരിലുള്ള SP-യുടെ ടെൻഷൻ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. അങ്ങനെയുള്ള ഞാൻ എന്ത് വിശ്വസിച്ചാ ഒരു കുടുംബം ഉണ്ടാക്കുന്നേ? ഡാഡി, you cheat! ഈ സൂട്ട് കേസിൽ ഫേക്ക് നോട്ടുകൾ വെച്ച് ഡാഡി എന്നെ പറ്റിച്ചു. ക്യാഷ് കൊടുക്കാനുള്ളവരുടെ മുമ്പില് ഞാൻ ഒരിക്കൽ കൂടെ നാണം കെട്ടു. എന്താ ബേബി ഒരു ഷോറ്? ഡാഡിയുടെ ശിങ്കടി ഈ കള്ളസ്വാമി ആയിരിക്കും ബുദ്ധി ഉപദേശിച്ചു തന്നത്. പാച്ചുവും കോവാലിനും കൂടെ എന്നെ പറ്റിച്ചു. കൊണ്ടുപോയ 50 ലക്ഷം ലിക്വിഡ് ക്യാഷ് ധൂർത്തടിച്ചിട്ട് നീ എന്നെ സ്വാമി കുറ്റപ്പെടുത്താനോടാ? ക്യാഷോ? ഇത് ക്യാഷോ?